हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा भवन प्रेഷൻ की ജയ്. ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി എല്ലാ പണിയും തീരുമ്പോഴേക്കും ക്ഷമിക്കണം. നമ്മുടെ ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ അന്നദാനം ശാരദാമണി കോഴിക്കോട് അമ്മയുടെ പേരിലാണ്. 51 അന്നദാനമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ തീർന്നു പോയി, നമ്മുടെ അടുത്ത സ്റ്റോക്കൊക്കെ തീർന്നു പോയി. എത്ര ഫുഡ് വേണോടാ? 3 2 അത് കൊടുക്ക്. ചില്ല് ശാരദാമണി കോഴിക്കോടിന്റെ പേരിൽ നിന്ന് 4 ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബിന്ദുമേ ഇതെടുത്ത് കയ്യിൽ വെച്ചോളൂ. ഇതെടുത്ത് കയ്യിൽ വെക്ക്. ഇതെടുത്തിട്ട് വെള്ളം കൊണ്ടുപോയി. ബിന്ദുമേ വെള്ളം കൊടുത്തു. ഫുഡ് വേണ്ടേ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇനി ഒന്നും ചോദിക്കുന്നുണ്ട്. ഇനി ഒന്നും ചോദിക്കുന്നു. കൊടുത്താ ഒരു വെള്ളവും ഒരു ഫുഡും കൊടുത്തിരുക. ശാരദാമണി കോഴിക്കോടിന്റെ പേരിലാണ് 51 ഭക്ഷണം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 5 എണ്ണം കൊടുത്തു. 5 എണ്ണം കൊടുത്തില്ലേ? ഇവിടെ എത്ര എണ്ണം കൊണ്ടുപോയേ ദിവ്യ? എത്ര എണ്ണം കൊടുത്തു ഇപ്പോൾ? 5. പിന്നാടി 1-2 പേര് നിൽക്കുന്നതെണ്ണം. അതോ എങ്കിൽ ഒരുത്തരുന്നു. വെള്ളം എടുത്ത് കൊടുക്കും. പിന്നെ ഇറങ്ങിയിട്ട് ഫ്രണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുക കേട്ടോ. അതോ അവിടെ ഒരാളുണ്ട്. വെള്ളം എടുക്കും ഫ്രണ്ടിൽ പോയിട്ട്. ശാരദാമണി കോഴിക്കോടിൻ്റെ പേരിൽ കൊടുക്കുന്ന 6ാമത്തെ ഭക്ഷണമാണ്. അതോ അവിടെ 2 പേര്. ഇതോ ഇവിടെ വാടാ. അന്നെ കൊഞ്ചം വണ്ടി മുന്നാടി എടുത്തുള്ള. അവിടെ 2 പേരുണ്ട്. അപ്പോൾ 8ാമത്തെ ഭക്ഷണമായി. ശാരദാമണി കോഴിക്കോടിൻ്റെ പേരിലാണ് ഇന്നിപ്പം അന്നദാനം പോയിക്കൊണ്ടിരിക്കുന്നത്. 51 പേരുടെ അന്നദാനമാണ്. കുറച്ച് തിരക്കായിപ്പോയി. പുതിയ ഇഡ്ഡലി പാത്രമായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള കുറച്ച് കളികൾ. 1 മിനിറ്റ് കേട്ടോ. എത്ര എണ്ണമായി ഇപ്പം? 8 എണ്ണം. ശാരദാമണി കോഴിക്കോടിൻ്റെ പേരിലുള്ള 8 അന്നദാനം കൊടുത്തു. ഹരേ കൃഷ്ണ. നമ്മുടെ കോഴിക്കോടുള്ള സുരേഷ് ബാബു പ്രഭുവിൻ്റെ അമ്മയാണ് ശാരദാമണി അമ്മ. ഇങ്ങ് 2-3 പേര് നിൽക്കുന്നതാണ്. ഇഡ്ഡലി വാങ്ങിയിരിക്കലാണോ? കൊടുത്തു. ഒന്ന് എക്സ്ട്രാ കൊടുത്തോ. കഴിഞ്ഞ ദിവസം കൊടുക്കാനുണ്ട്. ദിവ്യ എക്സ്ട്രാ വെള്ളം നോക്കി കൊടുക്കണേ. 3 കേസേ ഉള്ളൂ. ഇതോ ഒരു അപ്പ വരാങ്ങ്. പിടിക്ക് പിടിക്ക്. വാങ്ങിക്കോங்க அப்பா. ഇഡ്ഡലി വാങ്ങിക്കോங்க. ഇനി இதோ ஒரு தாத்தா. வாங்கம்மான்னு தெரியல. அப்பா இட்லி சாப்பிட்றீங்களாப்பா? சாப்பிட்டுக்கோங்கப்பா. ரொம்ப സ്ലോ കണക്ഷൻ, നെറ്റ് പോയി. അദ്ദേഹം തിരുവണ്ണാമലയ്ക്ക് വിളിച്ചു. തിരുവണ്ണാമലയിലോട്ട് വരാൻ പറഞ്ഞു നമ്മളോട്. അത് ഇവിടെ നിന്നൊരു 3.5 മണിക്കൂർ ദൂരം. ഇവിടെ മഹാദേവൻ്റെ ഫേമസ് ആയ ക്ഷേത്രമാണ്. ഞാനിങ്ങനെ ഫുഡ് കുനിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശാരദാമണി അമ്മയുടെ പേരിലുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആൾക്കാരെ തേടി പോവാം. ഹരേ കൃഷ്ണ. സാമ്പാർ മണക്കുന്നു കൈയൊക്കെ. നാരായണ. നോക്കട്ടെ കേട്ടോ. ഇനി ആരാ ഉള്ളത് നോക്കട്ടെ. നോക്കട്ടെ കേട്ടോ.
നാളെ അന്നദാനം ഉണ്ട് കേട്ടോ. ഇന്നും അന്നദാനം ഉണ്ട്. ഇന്ന് 51 പേര്. ഇന്ന് ഒരാൾ അവരുടെ 51 എണ്ണം റൗണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മൾ അങ്ങനെ വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ 85, 108, 100, 101 അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ്. ഇന്ന് അവരുടേത് മാത്രം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ 51 ഫുഡ് ഏൽപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അതെടുക്കണമല്ലോ. ഇപ്പം അതിൻ്റെ അകത്ത് കൈയിട്ട് കുറച്ച് ഫുഡ് ഇങ്ങോട്ട് അടക്കിയിട്ട് കൊടുത്തു കഴിയണം. അല്ലെ ഇതിൽ വെച്ചോ, അതിൽ വെച്ചോ, ഇനി അവിടെ ഇറങ്ങി കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഈ ബാഗിലേക്ക് കുറച്ച് ഫുഡാക്കി വെച്ചോളൂ. മഞ്ജരീസിൻ്റെ അന്നദാനം ലൈവൊക്കെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അന്നദാനം മഹാദാനമാണ്. വിശക്കുന്നവൻ്റെ മുമ്പിലേക്ക് ഭക്ഷണം എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം. ഇതൊരമ്മ എന്നെ കൊഞ്ച് തിരുപ്പെങ്കിൽ തിരുപ്പുങ്ക എന്നെ കൊഞ്ച് തിരുപ്പുങ്ക. அப்பதான் எனக்கு எடுக்க முடியும். ഗുരുവായൂരപ്പ. പ്രസന്ന മാതാജി ഒന്ന് വിളിക്കാൻ സമയം കിട്ടിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? വയ്യായികൊക്കെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് രമണ പ്രഭുവിനെ ഒന്ന് വിളിക്കണം. പിന്നെ ദിവ്യ ഒന്ന് വിളിച്ചോടാ. ഒരു ബോട്ടിലൊരു വെള്ളം കൊടുത്തിടണം. തെരുവിൽ കിടക്കുന്ന നിസ്സഹായരായിരിക്കുന്ന പാവങ്ങളായിരിക്കുന്നവർക്കാണ് നമ്മൾ അന്നദാനം കൊടുക്കുന്നത്. അവരെ പ്രിഫർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ കുഴപ്പമില്ലാത്ത ആൾക്കാരും ആരാഴ്ചയിട്ടാ 2 ദിവസം നല്ല തിരക്കായിപ്പോയി. ഒന്നും വേണ്ട, ഇനി ഒന്ന് പോയിട്ട് വേണം വീടൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഒന്ന് നടു നിവർത്താൻ. ഹരേ കൃഷ്ണ. അപ്പം അമ്മയ്ക്ക് എഴുന്നേക്കാൻ വയ്യ. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് കുറച്ച് നല്ല ആൾക്കാർ നമ്മളോട് ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോയി കഴിക്കാറുണ്ട്. വിശക്കുന്നവരാരായാലും നമ്മൾ ഭക്ഷണം കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷേ കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ നിസ്സഹായരായിട്ടുള്ള ആൾക്കാർക്കാണ്. ഇവിടെ ഒരു അപ്പുണ്ട് നമ്മൾ ഡെയിലി കൊടുക്കുന്നതാണ്. അവർക്ക് 2 കൊടുത്തേക്ക്, 2 എണ്ണം കൊടുക്കും ദിവ്യ. അവരെ കൂടെ ഒരാളും കൂടി വരും. ഇതാ വെള്ളം അവിടെ നിന്ന് എടുക്കും. ഇവർക്ക് നമ്മളെപ്പോഴും കൊടുക്കുന്നതാണ്. അദ്ദേഹത്തിന് എന്നും കൊടുക്കുന്നതാണ്. നമുക്കങ്ങനെ സ്ഥിരം ഡിവോട്ടീസ് കുറച്ച് പേരുണ്ട്, ഡെയിലി ഫുഡ് കൊടുക്കുന്നവരല്ലേ ദിവ്യ? അവർക്കിഷ്ടമാണ് നമ്മുടെ ഭക്ഷണം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് കാത്തിരിക്കും നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും ഉണ്ട്. നമുക്ക് സ്ഥിരം ഭക്ഷണം നമ്മൾ തന്നെ വാങ്ങിക്കഴിക്കുന്നവർ. നമുക്കാണെങ്കിൽ എന്നും എത്തിക്കാൻ പറ്റുന്നൊരു സാഹചര്യവുമില്ല. ഷെയർ ഓപ്ഷൻ കാണുന്നില്ലേ? നമ്മുടെ ശിവപാർവതീനെ വിളിക്കൂ മാതാജി. ജിതിൻ പറഞ്ഞു തരും എന്താന്നുള്ളത്. ഇതിനുള്ള സമയം കിട്ടിയില്ല. പുതിയ ഇഡ്ഡലി പാത്രമായതുകൊണ്ട് അതിൻ്റെ കുറച്ച് നമുക്ക് 30 ഇഡ്ഡലി ഒരുമിച്ച് ഉണ്ടാവുന്ന പാത്രമൊക്കെ വാങ്ങിച്ചു നമ്മൾ. അതിനെ ഒന്ന് മെരുക്കിയെടുത്ത് ഒന്ന് സെറ്റാക്കണം. തുണി വിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലാണ്, തുണി നനച്ചിട്ട് തുണി വിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊന്ന് മെരുക്കാനുള്ളൊരു സമയം. അതുകൊണ്ടാണ് മെയിൻലി ഇന്ന് കുറച്ച് ലേറ്റായത്. പക്ഷെ മെരുക്കി, ഒരുവിധം മെരുക്കി അവനെ. ഇനി അതൊന്ന് കൈ വഴങ്ങി കിട്ടണം, അങ്ങനെ അത് സെറ്റാവും. ഹരേ
കൃഷ്ണ. അപ്പം ശാരദാമണി അമ്മയുടെ മകനാണ് ഇന്ന് അന്നദാനം തന്നത്. വന്നു ബിന്ദുമ്മ ഇതിലേക്ക് ഫുഡ് ഇട്. അത് ശരി, നമ്മളിത് അവർ കാറ് പൂജിക്കുന്നത് കാണാൻ വന്നതാ. ആരോ പുതിയ കാറ് മേടിച്ചു. ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ പോകണ്ട, അത് നെറ്റ്വർക്കിന്റെ പ്രശ്നം. ഗുരുവായൂരപ്പ ഞാൻ പിടിച്ചോളാം. അതവിടെ ഇരിക്കട്ടെ. ആ വെള്ളം എടുത്തിട്ട് ഇതിന്റെ മേളിലേക്ക് ഇടണം. മതി ബിന്ദുമ്മയുടെ ആ വെള്ളം എടുത്തിട്ട് ഇതിന്റെ മുകളിലോട്ടിട്. ഇവിടുന്ന് ഒരു കേസ് പൊക്കിക്ക് ബിന്ദുമ്മ. ഇത് ഞാൻ എന്റെ ഇപ്പുറത്തെ കയ്യിൽ പിടിച്ചോളാം. അതെടുത്തിലേക്ക് ഇടും. ഈ ഫുഡ് എടുത്തോടാ. ഒട്ടും അടക്കം പൊക്കുവോ? ഇറങ്ങി 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 ഇറങ്ങി. അയ്യോ നാരായണം, ഇത് പിടിച്ച് ആ വെള്ളം അത്രയും ലേറ്റുണ്ട്. പറ്റാത്ത കാര്യം എന്തിരിക്കും. ഇതെന്റെ ഇടുപ്പിലേക്ക് കയറ്റി വെക്കി വെള്ളം. പൊക്ക് പൊക്കി ഇങ്ങോട്ട് വെക്ക്. എന്റെ ഇടുപ്പിലോട്ട് വെക്കി ബിന്ദുമ്മേ. വേണ്ട കുഴപ്പമില്ല. നിങ്ങൾ വീട് വീട് നടക്കൂ. അല്ല ഇപ്പൊ അത് എനിക്കിവിടെ ലോക്കായിട്ട് പിടിക്കാം. ഒന്ന് വലിക്കാതിരിക്കുവോ ബിന്ദുമ്മേ പ്ലീസ്. എന്നാ പിന്നെ അങ്ങനെയെങ്കിലും അങ്ങനെ ഇടും. വലിച്ചുകൊണ്ട് പോകല്ലത്. ഓക്കെ. ஆமா கரெக்ட். கொஞ்சம் பிரிச்சு போடுங்கண்ணா. அம்மா அது வலிச்சூடு போடு. ഓക്കെ. സെറ്റ് ശരി കൊടുത്തിട്ട് വരാണ്ണ. നാരായണ. அண்ணே இட்லி 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 வாங்கிக்கோங்க வாங்கிக்கோங்க. வாங்க அண்ணா இட்லி வாங்கிக்கோங்க. அதில் இருந்து வெள்ளம் கொடுத்தவங்க பார்த்துட்டே இருக்காங்க எல்லாரும் வாங்குறது. வாங்க வாங்க வாங்கிக்கோங்க. ശാരദാമണിയുടെ പേരിലാണ് ഇന്നത്തെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഇതിനൊരു വെള്ളം എടുത്തു കൊടുക്കുക. അതിൽ വെള്ളം തീർന്നു. തണ്ണി വാങ്ങിക്കോங்க. இந்த அண்ணா இங்க சொல்லுங்க அண்ணே. கொடுத்தவங்க இங்க பார்த்துட்டு இருக்காங்க கேரளால இருந்து. வாங்கிக்கோ வாங்கிக்கோ வாங்கிக்கோ. வெள்ளம் கொடுத்து அண்ணா உங்களுக்கு வாங்கிட்டீங்களா? இதா வாங்கிக்கோ. இது கொடுத்தது. கண்டிப்பா அதை கொடுத்து വാ. എടുത്തെടുത്തു. വെള്ളം കൊടുത്തേ. എന്ത്? ഫുഡ് എടുത്തിട്ട് വാ. ഇവിടെ നിൽക്കി കേട്ടോ. ഫുഡ് എടുത്തിട്ട് വരട്ടെ. ഫുഡ് എടുക്കാൻ പോയിരിക്കുക. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. ശാരദാമണി അമ്മയുടെ പേരിൽ ഇന്നത്തെ അന്നദാനം. ഒരു നിമിഷം അമ്മ എടുത്തിട്ട് വരാം. അവരൊക്കെ നമ്മുടെ ഡെയിലി ഡിവോട്ടീസാണ്. ഫുഡ് വാങ്ങിക്കുന്ന നമ്മുടെ ഭക്ഷണം നല്ലതല്ലെങ്കിൽ അവർ വാങ്ങൂല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല സാമ്പാറും ഇഡ്ഡലിയൊക്കെ ആയതുകൊണ്ടാണ് അവർ വാങ്ങുന്നത്. വട പുറത്തുനിന്ന് വട ഉണ്ടാക്കൽ നടക്കൂല. കഴിഞ്ഞാ ആണോ? ഇതേ ഉള്ളൂ. 51 ഉള്ളൂ. വാ താത്താ. അതോ വരാ അണ്ണ. താത്താ ഫുഡ് വാങ്ങിക്കോങ്ക. ഫുഡ് എന്താ அப்பா கூப்பிடுங்க. அப்பா இட்லி அப்பா இதோ கொடுத்து இந்த திவ்யா கூட கொடுக்க. வாங்குறீங்களாப்பா? வாங்கிக்கோங்க. தண்ணி வாங்கிக்கோங்க. இதோ அப்பா வாங்க. தண்ணி
ശരി ശരി വാങ്ങിക്കോங்க ഓക്കെ താങ്ക് യു ആ അച്ഛനും കൊടുത്തേ അവിടെ വെച്ചു കൊടുത്താൽ മതി அவங்க சாப்பிடுவாங்க அவங்களுக்கு எப்போவுமே நாங்கள் கொடுக்கறது எடுத்தோம் வேகம் வேகம் கொடுക്കാം அம்மா இட்லி வாங்க வாங்க வாங்கிக்கோங்க ஒரு அண்ணன் ஒரு ஆள் சொல்லக்கூட மாட்டேங்கிறாரு யாரு பாட்டியம்மா இட்லி 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 വേഗം വേഗം കൊടുത്തോ ബിന്ദുമ്മേ പെട്ടെന്നാട്ടെ സമയം 8 മണിയായി வாங்கிக்கோங்க அம்மா எப்படி இருக்கீங்க இனி அவட அம்மா புடவை அங்கே இருக்கு நான் எடுத்துட்டு வரேன் அண்ணா இட்லி அக்கா இட்லி ஆ அதோ 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 பாட்டியம்மா 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 ஆ அதோ கொடுக்குறேன் பாட்டியம்மா 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 சாப்பிடுங்க என்னாச்சு மயக்கமா படுத்துட்டு இருக்கீங்க என்னாச்சு உங்களுக்கு சாப்பிடலையா ஐயோ சாரி அந்த 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 தண்ணி குடிங்க குடிச்சு என்ன மயக்கமாயிருச்சா இன்னைக்கு எதுவும் சாப்பிடலையா என்னப்பா அப்படியா சரி கொஞ்சம் தண்ணி குடிச்சுக்கோங்க ஓகேவா இன்னொரு பாட்டில் தண்ணி கொடுக்கவா இந்த குடிச்சுக்கோ சரி அம்மா சாப்பிடு അവർക്ക് കൊടുക്കാം ഇതിവിടെ ഒരു അമ്മയുണ്ട് ആ അമ്മയ്ക്ക് തീരെ വയ്യാണ്ടായിട്ട് സൈഡായി പോയി ഫുഡ് കിട്ടാണ്ട് കൊടുക്കുക അതാണ് അതിന് വേഗം ഭക്ഷണം കൊടുത്തത് അത് വിളിച്ചിട്ടേ എഴുന്നേക്കുന്നില്ല വെള്ളം കൊടുത്തോ ബായ് അക്ക ഇഡ്ലി ഇഡ്ലി വാങ്ങിക്കോங்க പാട്ടിയമ്മ ദിവ്യ ഒരു വെള്ളം കൂടി വേണം ഇത് നമ്മുടെ എന്നുമുള്ള ചേച്ചിയാണ് എന്താ എന്താക്ക தேங்க்ஸ் அம்மா தேங்க்ஸ் கொடுக்குறேன் கொடுக்குறேன் എന്താ വെള്ളം കൊടുക്കട ഒരു ഫുഡ് കൊടുക്കടാ ഇതാ 2 വേണം ശരി വരാക്കാ ബൈ ദിവ്യ ദിവ്യ അത് കൊടുക്കാം കൊടുക്കാം വാ தாத்தா இட்லி வாங்கிக்கோங்க இட்லி இட்லி வாங்கிக்கோங்க ஆ கொண்டு இப்போ கொடுக்குறேன் ஃபுட்டு மாதிரி போதுமா சரி 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 അവിടെ വെച്ചാൽ സാരി കൊടുത്ത ചേച്ചിന് കഴിഞ്ഞില്ലേ ഫുഡ് കഴിഞ്ഞോ 3 ഫുഡുണ്ടോ വാ 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 ആ വെള്ളം ബോട്ടിൽ കൊടുക്കാം വെള്ളം ബോട്ടിൽ ഇനി ഫ്രിഡ്ജിലുണ്ട് അല്ല ഫ്രിഡ്ജിൽ വണ്ടിയിലുണ്ട് ബായ് അക്ക ഹരേ കൃഷ്ണ വെള്ളം കൊടുക്ക ഓക്കെ വാ ഓക്കെ ശരി ഇനി ഒരു ഫുഡില്ലേ ഒരു ഫുഡുണ്ടോ ദിവ്യ 2 ഫുഡുണ്ടോ അമ്മ പോതുമാ അമ്മ ഇനി വേണമാ പോതും കൊടുക്കറ അമ്മ കൊടുക്കറ പാവ അതിന് ജീവനില്ലാണ്ടായിപ്പോയി ഇതോ വെള്ളം കൊടുക്ക ദിവ്യ അവർക്ക് എന്താടാ അപ്പോൾ അത് 2 എണ്ണം ഉണ്ടല്ലോ അത് അവിടെ ഒരു പാർട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ അമ്മയ്ക്ക് തീരെ വയ്യാണ്ട് തളർന്നു പോയി അത് ഭക്ഷണം കഴിക്കാണ്ട് വിളിച്ചിട്ടും എണീക്കില്ല അതെപ്പോഴും ആ വണ്ടിയും കൊണ്ട് ഇങ്ങനെ നടക്കും ഒരു മെലിഞ്ഞൊരു പാവം അതാ അതിന് വേഗം വെള്ളം കൊടുത്തത് വെള്ളം കൊടുത്തപ്പം പിന്നെ അത് വേഗം വാങ്ങിച്ചു ദിവ്യ അവർക്കൊന്ന് കൊടുത്തേക്ക് വെള്ളം അതേ വണ്ടിയിൽ നിന്ന് എടുക്കാം 2 വെള്ളം ബിന്ദുമ്മ വേഗം പോയിട്ട് 2 വെള്ളം എടുത്തിട്ട് വരും
ആ അമ്മയ്ക്ക് കൊടുത്തേക്ക്. ആ 2 ഫുഡ് ആ അമ്മയ്ക്ക് കൊടുത്തോ ദിവ്യ. അവര് 2 വാങ്ങിക്കുന്നതാ. പാട്ടി 2 വാങ്ങിക്കോങ്ക. 2 തണ്ണി കൊടുക്കറേ. തണ്ണി ഇതോ എടുത്തിട്ട് വരാം. അതിന് തീരെ വയ്യാണ്ടായിപ്പോയി പാവം, ഭക്ഷണം കിട്ടാൻ. അതാണ് നമ്മൾ ശാരദാമണി അമ്മയുടെ പേരിൽ അവർക്ക് വേഗം ഭക്ഷണവും വെള്ളവും കൊടുത്തത്. നാളെ നേരെ അപ്പുറത്തേക്ക് ആ നാളെ അവിടെ കൊടുക്കും. നാളെ നമുക്ക് വേറൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി. വരമ്മ, ബൈ. അങ്ങനെ ഇന്നത്തെ 51 ഭക്ഷണം നമ്മളുടെ കഴിഞ്ഞു. വരണ്ണ, ബൈ ബൈ. താങ്ക്സ് അണ്ണ. 51 പേരുടെ ഭക്ഷണം കൊടുത്തു. ഹാപ്പി പൊളമണ്ണ പൊതു. ഇന്നേക്ക് 51 നാളേക്ക് ഇതാ 108. അങ്ങനെ ഇന്നത്തെ അന്നദാനം കഴിഞ്ഞു. ഹരേ കൃഷ്ണ. അങ്ങനെ ശരി, தேங்க்ஸ் பாய். கொடுத்தவங்க லைன்ல பார்த்துட்டு இருக்காங்க. பாய்ங்க, ഗുഡ് നൈറ്റ് ആണല്ലേ. എല്ലാവരും നന്നായിട്ടുണ്ടായിരിക്കണം, നല്ല സുഖമായിട്ടിരിക്കണം, സമാധാനമായിട്ടിരിക്കണം എന്നാ പറയുന്നത്. നമ്മള് അണ്ണാ കണ്ടിപ്പാ 51 പേരുടെ വിശപ്പ് ഇന്ന് നമ്മൾ മാറ്റി. നമ്മളിന്ന് താങ്ക്സ് നമ്മൾ പോവാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ താങ്ക്സ് സുരേഷ് പ്രഭു കോഴിക്കോട് നിന്ന് അദ്ദേഹത്തിന് പറയാണ്. കാരണം അദ്ദേഹം എങ്ങനെയോ നമ്മുടെ ലൈവ് കണ്ട്, നമ്മുടെ അന്നദാനം കണ്ട് കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിൽ 51 ഭക്ഷണം നമ്മളോട് പറഞ്ഞു, നമ്മളത് കൊടുത്തു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവരും അന്നദാനം എന്താ പറയുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക, നമുക്കിതുപോലെ കൊടുക്കാം. ശാരദാമണിയം മകനല്ല, ഭർത്താവാണ്. സോറി, ക്ഷമിക്കണം. അല്ല, അങ്ങനെ പറയാൻ പറ്റൂല. ഭാര്യമാരെന്ന് പറഞ്ഞാൽ അമ്മയുമാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ അമ്മയുമാണ്, സഹോദരിയാണ്, കൂട്ടുകാരിയാണ്, ഭർത്താവുമാണ്, എന്താ പറയാ, അനിയത്തിയാണ്, എല്ലാമാണ്, മകളാണ്, എല്ലാമാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ എല്ലാമാണ് ഭർത്താവിന്. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാനിനി കോഴിക്കോട്ടേക്ക് കാലെടുത്ത് വെക്കേണ്ടി വരൂല മിക്കവാറും. എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. എത്രാളും കൊണ്ട് പറഞ്ഞുപോയത്, ക്ഷമിക്കണം കേട്ടോ. അതെന്നെ, ഞാനാണെങ്കിൽ സുരേഷ് പ്രഭു ഞാൻ കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പോണോ വേണ്ടേന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പം എന്തായാലും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഒറ്റയടിക്ക് അവർ തന്നെ 51 പേർക്ക് കൊടുക്കാമെന്ന് ഏറ്റവും ഒരുപാട് സന്തോഷം. ഉണ്ണികൃഷ്ണ പ്രഭു, ഞാനിനി മലപ്പുറം എന്താ പറയുക, മലബാർ ഏരിയയിലോട്ടൊക്കെ വരണോ? അയ്യോ, വെളിച്ചില്ലാന്ന് ഞാൻ എന്തോ ചെയ്യാനാ. നമുക്ക് സ്റ്റാലിൻ സാറിനോട് പറയാം, മാക്സിമം വെളിച്ചം വയ്ക്കണം. ഇപ്പം വണ്ടിയൊക്കെ വെട്ടടിച്ചപ്പം വന്നു. എന്തെങ്കിലുമൊക്കെ അബദ്ധം ഞാൻ കാണിക്കുമല്ലോ, അത് ഉറപ്പാ, അതിലൊരു സംശയമില്ല. നിങ്ങളെല്ലാവരും കൂടെ സുരേഷ് പ്രഭുവിനോട് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഒന്നും ചെയ്യില്ല. ഇല്ലെങ്കിൽ എന്നെ അവിടെ കായലിലേക്ക് പൊക്കി ഒറ്റ ഏറെറിയും. അല്ലേ, നമ്മൾ ഭാര്യമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ്, മകളാണ്, കൂട്ടുകാരിയാണ്, എല്ലാമാണ്. അപ്പം കുറച്ചു നേരം അമ്മയായി, അത്രേ ഉള്ളൂ. അമ്മൂമ്മയാണ്, അതന്നെ. ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെയൊക്കെ പല പല വ്യത്യസ്ത ഭാവങ്ങളിൽ വരും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. സുരേഷ് പ്രഭു മഞ്ജരീസ് കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്. അപ്പം ആ അമ്മ വീട്ടിൽ പോയിട്ട് വളരെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ, നാളുകളെ ആയിട്ടുള്ളൂ. എനിക്കത് പറയാൻ താല്പര്യമില്ല, ഞാൻ അതുകൊണ്ടാണ് പറയാത്തത്. കാരണം ശാരദാമണി അമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, യാതൊരു സംശയവും ഇല്ല. പ്രസന്ന മാതാജിയുടെ കമൻറ്റ് കണ്ട് ഞാൻ ചിരിച്ചു പോയതാണ്. അപ്പം നമ്മളെ ആരും വിട്ടിട്ട് പോകില്ല, നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട്. എന്തായാലും ശാരദാമ്മ സന്തോഷിക്കുന്നുണ്ടാവും. അമ്മയെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അമ്മയെ അറിയില്ല, അമ്മ എന്നെയും കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ അമ്മ എന്നെ കാണുന്നു. അമ്മയുടെ ആ ഒരു സാമീപ്യം നമ്മളെല്ലാവരും അറിയുന്നു. അമ്മ കാരണം 51 പേര് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഭക്ഷണം കഴിച്ചു. ആ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഇനിയും നാൾക്ക് നാൾ ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ അനുഗ്രഹവും മഞ്ജരീസ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആണല്ലേ, ഞാൻ കണ്ടില്ല. ഉണ്ണികൃഷ്ണൻ പ്രഭു, സുരേഷ് പ്രഭു എഴുതിയിട്ടിരുന്നു അത്രേ, ഞാൻ കണ്ടില്ല. പക്ഷെ നിങ്ങളൊക്കെ കണ്ടല്ലോ, എനിക്കത് മതി. ഞാൻ കണ്ടില്ല. ഞാനിങ്ങനെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലായിപ്പോയി. പിന്നെ പെട്ടെന്ന് ഒരമ്മ
അവിടെ തളർന്ന് വയ്യാണ്ട് കിടന്നപ്പോഴേ ഞാൻ എപ്പോഴും ആ അമ്മയെ കാണുന്നതാണ് അല്ലേ. നമ്മൾ ആ വണ്ടിയും പിടിച്ചെടുക്കുന്ന അമ്മ അയ്യോ മെലിഞ്ഞു ഉള്ളു പോലെ പോയത്. അതവിടെ തളർന്നു പോയത് കിടന്നിട്ട്. ചോദിച്ചപ്പോൾ പറയാം എല്ലാവരും പരിചയക്കാരാട്ടോ. അപ്പം അത് വല്ലാണ്ട് കിടന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പം ഭക്ഷണം കഴിച്ചില്ല ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പെട്ടെന്ന് അതിനെ വിളിച്ച് എഴുന്നേപ്പിച്ച് അതിൻ്റെ വായിൽ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പം അതിനൊന്ന് ജീവൻ വെച്ചു. പാവം എന്ത് ചെയ്യാനാണ്, ഓരോരുത്തരുടെ നിസ്സഹായാവസ്ഥ. അപ്പം ആ അമ്മയ്ക്ക് വിശപ്പിൻ്റെ കൊടിയ വിശപ്പ് കൊണ്ടാണ് ആ അമ്മ തളർന്ന് കിടന്നു പോയത്. അതിന് നിവർന്ന് നിൽക്കാൻ പറ്റാണ്ടായത്. അപ്പോഴാണ് നമ്മുടെ ശാരദാമണി അമ്മയുടെ പേരിലുള്ള അന്നം അവർക്ക് എത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും മഞ്ജരീസിലൂടെ അന്നദാനം കൊടുക്കുക. മാസത്തിൽ ഒരു അന്നദാനമെങ്കിലും ഒരാളെ കൊണ്ടാവുന്നത് കൊടുത്താൽ അത് അത്രയും നല്ലതാണ്. കൊടുക്കുക. ഒരുപാട് പേര് അന്നദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ മഞ്ജരീസിലൂടെ അന്നദാനം കൊടുക്കുകയാണെങ്കിൽ അത് ലൈവ് ഇട്ടേ കൊടുക്കൂ. ലൈവ് ഇടാതെ ഞാൻ കൊടുക്കില്ല, ഒരിക്കലും കൊടുക്കില്ല. ലൈവ് ഇട്ടില്ല എങ്കിൽ ഓർത്തോളൂ അന്നദാനം കൊടുത്തിട്ടില്ല, അതാണ് വാസ്തവം. ഓക്കെ, അന്നദാനം എന്ന് പറഞ്ഞാൽ ലൈവ് ഇടാതെ ഒരു അന്നദാനം പുറത്ത് പോകില്ല. ഓക്കെ, അമ്മ എന്ത് ചെയ്യാനാ, നമ്മളൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു, അത് ഉച്ചയ്ക്കും കഴിച്ചില്ല, രാവിലെയും കഴിച്ചില്ല. അപ്പോഴാണ് നമ്മൾ നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും വടക്കായിട്ട് ഓടിയെത്തിയത്. നിനക്ക് പിന്നെ ഇതന്നെയാണല്ലോ പണി, ഇതിലേക്ക് വിശക്കണമെന്ന്. അവൾക്ക് നമ്മൾ എന്നോട് പറയാം അന്നദാനം എനിക്കും നൽകാം എന്ന്. അവൾക്കും പാവങ്ങളാണെന്ന്. അവളൊന്ന് സഞ്ജുവിൻ്റെ മിരുന്നമ്മയൊക്കെ. അപ്പോൾ അവർക്കൊക്കെ അന്നദാനം കൊടുക്കുക. ഞാൻ പറഞ്ഞാൽ മെണ്ടി പോകരുത് തന്നെ. അതിനാണോ കഷ്ടപ്പെട്ട് മാവ് അരക്കണേന്ന് ചോദിച്ചു. പണ്ടൊക്കെ നമ്മൾ ഹോട്ടലിൽ പോയാൽ പൈസ കൊടുത്തില്ലേ മാവ് അരപ്പിക്കുന്ന പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം മാവ് അരച്ചു തുടങ്ങി. മാവ് അരയ്ക്കുന്നതല്ല, മാവ് ഇങ്ങനെ ഉപ്പിട്ടിട്ട് ഇളക്കി 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 ആണല്ലേ. എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പം മാവിങ്ങനെ കലക്കി എടുത്ത് സെറ്റാക്കി വെക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയണത്. വലിയ പാത്രത്തിലിട്ടിട്ട്. അപ്പം നമുക്ക് ഇഡ്ഡലി പാത്രമൊന്നും വലുതില്ലായിരുന്നു. അപ്പുറത്തെ വീടുകളിൽ നിന്നൊക്കെ വാങ്ങലായിരുന്നു പതിവ്. ഇന്നിപ്പം എന്താ പറയുക, ഇഡ്ഡലി പാത്രമൊക്കെ ആയി. ഒരുപാട് സന്തോഷം. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. ഒരുപാട് നന്ദി പറയണം മഞ്ജരീസിലുള്ള എല്ലാവരോടും. ഓക്കെ, ഇവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ, അതിൻ്റെ അട്ടഹാസം എന്ത് പറയാനാ. പൊന്നേ എന്ന് പറയാതിരിക്കുന്നേ നല്ലത്. ഞാൻ ഇന്ന് കുറച്ച് മെസ്സേജുകൾ നോക്കാനുണ്ടായപ്പോൾ മെസ്സേജ് നോക്കി പുറത്തിരുന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ അവിടെ കഴുകാനുണ്ടായി. അപ്പം ഞാൻ എന്നോട് വന്ന് പറയണം പാത്രം കഴുകണം. ഞാൻ പറഞ്ഞു ഇപ്പം കഴുകണ്ട, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു. ഒരു 2 മണിയൊക്കെ ഉണ്ടാവും അല്ലേ? അല്ല, 3-3:30 ആയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കഴുകണ്ട, പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു. എന്ത് ചെയ്തു എന്നറിയാമോ? പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞതും ഞാനും പുറത്തേക്ക് വന്ന് മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കാം. പാത്രം കഴുകാൻ ഞാൻ സോപ്പ് കൊടുത്തില്ല. കാരണം സോപ്പ് കൊടുത്താൽ ഉറപ്പായിട്ടും പാത്രം കഴുകി അവിടെ നിൽക്കുമെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്തു, ഒരു 4:30 മണിയായപ്പം പരിപ്പിടണമല്ലോ സാമ്പാറിനെന്ന് ആലോചിച്ചുകൊണ്ട് പരിപ്പെടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പം അടുക്കളയിലെ സിങ്കിൻ്റെ അവിടെ മുഴുവൻ ഭസ്മം. അത് പ്യൂർ ഭസ്മം. പലരും ഓർഡർ ചെയ്തിട്ട് ഞാൻ വൃന്ദാവനത്തു നിന്ന് വരുത്തിയ ഭസ്മം. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അയച്ചു കൊടുക്കാൻ വേണ്ടി വൃന്ദാവനത്തു നിന്ന് വരുത്തിയ ഭസ്മം എടുത്തിട്ടുണ്ട് പാത്രം കഴുകുന്നു. ഞാൻ എന്താ പറയുക, 1 പ്രാവശ്യം 2 പ്രാവശ്യം 10 പ്രാവശ്യമല്ല ഇത് ചെയ്യരുത് 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 എന്ന് പറയണം. സോപ്പ് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് എടുത്തിട്ട് ചെയ്യും. എൻ്റെ അലമാരയ്ക്കകത്ത് ഇപ്പം ഡ്രസ്സല്ല, പാത്രം കഴുകുന്നതും കക്കൂസ് കഴുകുന്നതൊക്കെയാണ്. തറ തുടയ്ക്കുന്ന ലിക്വിഡൊക്കെ. ഇതിനെ പേടിച്ചിട്ട് ഞാൻ കൊണ്ട് പൂട്ടിയിരിക്കണതാ. ഞാൻ കാണിച്ചു സൂപ്പർ മാർക്കറ്റ്. അലമാര ഇപ്പം സൂപ്പർ മാർക്കറ്റ്. എന്നിട്ട് ഏതൊക്കെയോ സിനിമയിൽ നമ്മുടെ KPC ലളിത താക്കോല് ഇടുപ്പിൽ വെച്ചുകൊണ്ട് നടക്കണില്ലേ, അലമാരയുടെ താക്കോല് അതേപോലത്തെ അവസ്ഥയായിട്ടത്. ഇപ്പം അലമാരയുടെ താക്കോലും പിടിച്ച് നടക്കണ ഗതികേടായി. ഇതാണ് ഭരണി സ്റ്റുഡിയോ. വലിയ എല്ലാം കൂടെ തകർന്ന് തരുന്നായി. അപ്പം ശശിയേട്ടൻ്റെ ഭരണിയിലാന്ന് പറയുന്നത് അത് ആ സ്റ്റുഡിയോ ആണത്. ഇവിടെയാണ് ABM സ്റ്റുഡിയോ. ഒരു വലിയ ഗ്ലോബ് കാണില്ലേ പഴയ സിനിമയുടെ പടം, അതും ഇവിടെയാണ്. കാണിച്ചുതരാം. ഇല്ലപ്പം എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല, ആണ് അവസ്ഥ. പാത്രവും വൃത്തിയായി. ബോംബെയിൽ നിന്ന് ഇപ്പോൾ വിളി വരും എനിക്ക്. ഹംസരൂപ പ്രഭുവിൻ്റെ അയച്ചെന്ന ഭസ്മത്തിൻ്റെ കാശും ചോദിച്ചില്ല. അപ്പം ഞാൻ എന്തെടുത്തിട്ട് കൊടുക്കും, പാത്രം കഴുകിയെന്ന് പറയും. എനിക്കിപ്പോൾ ഹിന്ദി അറിയാത്തതുകൊണ്ട് പ്രഭുജി എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടു, എനിക്ക് മനസ്സിലാവേണ്ടത്. അതാണ് ഇപ്പം അവസ്ഥ. ഇപ്പം അതിന് വേണ്ടി ഞാൻ ഡബിങ്ങിന് പോകണം. കാരണം അത് വിറ്റിട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് കാശ് കൊടുക്കാൻ പറ്റും. വിൽക്കാത്ത ഭസ്മത്തിന് ഞാനെങ്ങനെ കാശ് കൊടുക്കാനാണ്? ഇപ്പം ഞാൻ ഡബിങ്ങിന് പോകണം. എൻ്റെ ശബ്ദം വിറ്റിട്ട് ഞാനിപ്പോൾ കാശ് ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് അവസ്ഥ. പിന്നെ എന്ത് ചെയ്യും, എന്താ പറയും. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ പിന്നെ ഞാൻ സോപ്പിട്ടിട്ട് പാത്രം കഴുകി.
അല്ലെങ്കിൽ പിന്നെ സാമ്പാറെല്ലാം കൂടെ ഭസ്മ സാമ്പാറായി പോകില്ലേ? സാമ്പാർ ഭസ്മായി പോവും, ഇഡ്ഡലിയും ഭസ്മായി പോവും. അപ്പോൾ പിന്നെ അതൊക്കെ വേഗം വേഗം ഇതൊക്കെ ചെയ്ത് ചെറിയ റൂമിൽ വെച്ച് ഇതെല്ലാം ലോക്ക് ചെയ്യുന്നത്. എൻ്റെ പൊന്നു പ്രഭുജി, ഞാൻ കിടക്കുന്നത് ചെറിയ റൂമിലാണ്. 1 BHK ആണിത്. ചെന്നൈയാണ്, ചെന്നൈ. അതിൻ്റെ വാടക തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഉള്ള ചെറിയ റൂം, ചെറിയ ഹാള്, ചെറിയ അടുക്കള. ആ അപ്പം പിന്നെ എന്താ ചെയ്യാം? അല്ല, ഭസ്മാസുരൻ്റെ പെങ്ങളായിരുന്നു. അപ്പം പിന്നെ അവിടെ വെക്കാൻ പോയിട്ട് ഒരു 3 ആൾ വന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ 4ാമത്തെ ആൾ വന്നു കഴിഞ്ഞാൽ നിൽക്കാനും കിടക്കാനും സ്ഥലമില്ലാത്തടുത്ത് ഞാൻ എന്ത് ചെയ്യാനാ? ഇടയ്ക്ക് മാരിയമ്മനാവും മഞ്ഞളാട്ടം. ആ, മഞ്ഞളാട്ടം. അതന്നെ, ഇടയ്ക്ക് മഞ്ഞപ്പൊടി എടുത്തിട്ട് പാത്രം കഴിയുമ്പോൾ ഞങ്ങൾ പറയും മാരിയമ്മൻ്റെ പെങ്ങളാവുന്നു. മഞ്ഞളാട്ടം നടത്തും. പിന്നെ കുങ്കുമം എടുക്കൂല, ഭസ്മ. ആ, പിന്നെ പുളിക്ക് ഇപ്പം പിന്നെ പ്രത്യേകിച്ച് ദൈവങ്ങളൊന്നും ഇല്ല. ഇല്ല. വൃന്ദാവനത്തിലെ ആ, പുളിമരാണ്. അതിപ്പോ ഒന്നും പറയാനില്ല. ആ, അങ്ങനെ പുളി. അത് എന്താ ചെയ്യപ്പോ? സന്തോഷമായി എനിക്ക് സുരേഷ് ബാബു പ്രഭു, ഭയങ്കര സന്തോഷമായി. പിന്നെ കൃഷ്ണന്റെ കളികൾ ചോദിക്കാനുണ്ടോ? കൃഷ്ണന്റെ കളികളല്ല അതൊന്നും, എല്ലാം കൃഷ്ണന്റെ കളികൾ. അതിന്റെ തലയിലിടാൻ ഞാൻ സമ്മതിക്കൂല. ഇത് കൃഷ്ണന്റെ കളികളല്ല, ഇത് ബിന്ദു റോക്സ് ആണ്. മനസ്സിലായില്ലേ? കൃഷ്ണന്റെ കളികളേ അല്ല. 6 മണിക്ക് കൊടുക്കേണ്ട അന്നദാനമാണ്. ഇന്ന് ഭസ്മാഭിഷേകം കഴിഞ്ഞിട്ട് കൊടുത്തത് 8 മണിക്ക്. ആലോചിച്ച് നോക്കിയിട്ട് ആ ബോട്ട് കഴിഞ്ഞ് ഭഗവാൻ സാത്വികതയിൽ തന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പോണ്. ഭഗവാൻ സാത്വികത തന്നില്ലെങ്കിൽ നമ്മളൊക്കെ രജോ തമോ ഗുണങ്ങളിൽ പെട്ടുപോയേനെ. അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ ദിഗംബരന്മാരായി പോയേനെ. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇപ്പം സാരില്ലേ പ്രീത മാതാജി. നാളെ രാവിലെ 7:30 ക്ലാസ് ഉണ്ട്, 7:30. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഒരു വട്ടം കൂടെ സുരേഷ് പ്രഭുവിനോടും നന്ദി അറിയിക്കുന്നു. ഹരേ കൃഷ്ണ. ഇന്ന് ഗുരുവായൂർ മഞ്ജരീസിലെ അന്നദാനം ലൈവിൽ വന്ന എല്ലാവരോടും നന്ദി അറിയിക്കണം. എല്ലാം ബിന്ദുവമ്മയുടെ കളികൾ സഹിക്കാൻ 2 ജന്മങ്ങളും. ബിന്ദു